പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി സംഘടിപ്പിച്ച ആദ്യത്തെ വൻ പ്രതിഷേധം ഇന്ന് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമാപിച്ചു. നൂറുകണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും പങ്കെടുത്ത പ്രതിഷേധം കനത്ത സംവിധാനങ്ങൾക്കിടയിലായിരുന്നു നടന്നത്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്തയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച, സാങ്കേതിക തകരാറുകൾ, പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് കേരള വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടത്. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പരിഷ്കരണ പ്രവർത്തകനുമായ സോനം വാങ്ചങ്ങും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന നിരാഹാര സമരം ആരംഭിക്കുമെന്ന് വാങ്ചങ് മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധത്തിനിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി ഡൽഹി പോലീസ് 1000-ലധികം ഉദ്യോഗസ്ഥരെ വ്യസനിച്ചിരുന്നു. പ്രതിഷേധ ആനുകൂലികളും എതിർപ്പുകാരും തമ്മിൽ സംഘർഷം സാധ്യതയുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് 6 പേരെ മുൻകരുതൽ തടങ്കലിൽ എടുത്തതായി പോലീസ് അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ, വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവരടക്കം വലിയ ജനപങ്കാളിത്തമാണ് ജന്തർ മന്ദറിൽ കണ്ടത്. വിദ്യാഭ്യാസ മേഖലയിലെ ആവർത്തിച്ചുണ്ടാകുന്ന വിവാദങ്ങളും പരീക്ഷാ സംവിധാനത്തിലെ വിശ്വാസ്യതാക്കുറവും പ്രതിഷേധത്തിന് കാരണമായതായി പങ്കെടുത്തവർ വ്യക്തമാക്കി. അതേസമയം പ്രതിഷേധത്തിന് വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയും ലഭിച്ചു. ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ കേന്ദ്ര സർക്കാർ യുവാക്കളുടെ ശബ്ദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. NCP നേതാവ് രോഹിത് പാവറും പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. പ്രതിഷേധത്തിനിടെ CPI ദേശീയ സെക്രട്ടറി ആനി രാജയ്ക്കും മറ്റ് നേതാക്കൾക്കും നേരെ RSS പ്രവർത്തകർ ആക്രമണം നടത്തിയെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. സംഭവത്തെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശക്തമായി അപലപിച്ചു. സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഈ പ്രക്ഷേപം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഹ്വാനം ചെയ്ത അഭിജിത് ദീപ്തെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇല്ലാതാക്കാൻ കഴിയുമെങ്കിലും യുവാക്കളുടെ ശബ്ദം ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു. വൈകുന്നേരത്തോടെ പ്രതിഷേധം സമാധാനപരമായി സമാപിച്ചെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും വരെ പോരാട്ടം തുടരുമെന്ന മുന്നറിയിപ്പ് കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ നൽകിയിരിക്കുന്നു.